ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടക മാസം, അതായത് രാമായണ മാസം എന്നാണ് കേരളീയ സമൂഹം എല്ലാവരും അറിയപ്പെടുന്ന തരത്തിലാണ് ഇതിപ്പോൾ അറിയപ്പെട്ടേക്കുന്നത്. കർക്കിടക മാസം എന്ന് പറയുന്നത് കാർഷിക സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. രാമായണം എന്ന് പറയുന്നത് പുരാണ മിത്താണ്. ഇത് രണ്ടും രണ്ട് തന്നെയാണ് എന്നതാണ് നമ്മൾ ഇതിലൂടെ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത്. കാരണം ഇതിന് വളരെയധികം ചരിത്രപരമായ അതുപോലെ സാംസ്കാരികപരമായിട്ട് നിരവധി കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് എന്താണ് ഈ കർക്കിടക രാമായണം എന്ന രീതിയിൽ കേരളീയ സമൂഹം ഇന്ന് ഒരുപാട് വിശ്വാസത്തിൽ ഇതിന് ഉണ്ടെന്നുള്ളത് ഇതിൻ്റെ പിന്നിൽ. അതിൽ ആ വിശ്വാസ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാണോ, അതിന് ചരിത്രപരമായിട്ട് എത്രത്തോളം ഇതിന് ആധികാരികതയുണ്ട്, അതുപോലെ സാംസ്കാരികപരമായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോയിൽ ചൂണ്ടിക്കാട്ടുന്നത്. നമ്മുടെ കേരളീയ സമൂഹത്തിന് എത്രത്തോളം രാമായണ കഥയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്കറിയാം എന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാമായണമായിട്ട് വലിയ ബന്ധം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം ഇത് ശരിക്കും പറഞ്ഞ ഹൈന്ദവ മതത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ഒരു ഘട്ടം തന്നെയാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. കാരണം നമ്മൾ രാമായണ മാസാരംഭം എന്ന് പറയുന്ന തരത്തിൽ ഔദ്യോഗികമായിട്ടോ കലണ്ടറിൽ ഇല്ലാത്തൊരു കാര്യം തന്നെയാണ്. കർക്കിടക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മാസമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ കർക്കിടക രാമായണം എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മളുടെ കേരളീയ സമൂഹർക്ക് പരിചിതമില്ലാത്ത ഒരു മാസം തന്നെയാണ്. കാരണം അത് അങ്ങനെ ഒരു മാസം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 8-ാം നൂറ്റാണ്ട് തൊട്ട് ഇത്തരം കാര്യങ്ങളുണ്ട്. അതായത് രാമായണ കഥയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ചരിത്രം കാലഘട്ടം പറയുകയാണെങ്കിൽ അത് 16-ാം നൂറ്റാണ്ട്, പിന്നെ 20-ാം നൂറ്റാണ്ട്, അത്ര ഓരോ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്നത്തെ കേരള സമൂഹത്തിന് രാമായണ മാസാരംഭം എന്നുള്ള രീതിയിലുള്ള വിശ്വാസ സങ്കല്പം അതിൽ ഇങ്ങനൊരു കാര്യം ഉടലെടുക്കാൻ കൃത്യമായിട്ട് ഇതിൻ്റെ പിന്നിൽ ചരിത്ര കാലഘട്ടങ്ങളുണ്ട് എന്നുള്ളതാണ്. അതെവിടെ തുടങ്ങുന്നു, എങ്ങനെ തുടങ്ങുന്നു, അത് ഏത് തരത്തിലാണ് കേരള സമൂഹത്തിലേക്ക് ഈ ഇത്തരത്തിലുള്ള വിശ്വാസം ബലപ്പെട്ടത് എന്നതാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ വീഡിയോയിലോട്ട് ചൂണ്ടിക്കാട്ടുന്നത്. രാമായണ കഥ നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ പറഞ്ഞാൽ ശരിയാകുമോ? ശരിയാകില്ല. യഥാർത്ഥത്തിൽ നമുക്കാർക്കും രാമായണ കഥ അറിയില്ല. നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് എത്ര പേർക്കറിയാം രാമായണം? ബാലകാന്ഡം മുതൽ ഉത്തരകാന്ഡം വരെ അറിയുന്ന എത്ര പേരുണ്ട് നമ്മളിൽ? ആരും കാണില്ല. രാമൻ, സീത, രാവണൻ, ഹനുമാൻ ഏവർക്കും അറിയാം. പക്ഷെ ഇവരെ കുറിച്ച് ഒരാളെ കുറിച്ചെങ്കിലും നന്നായി അറിയുന്നവർ എത്ര പേരുണ്ട്? എന്തുകൊണ്ടാണ് നമുക്ക് രാമായണ കഥ അറിയാതെ പോകുന്നത്? ഈ കഥയുമായി നമുക്ക് ബന്ധം ഇല്ല. കേരളത്തിൽ ഇറക്കുമതി ചെയ്ത കഥയാണ് യഥാർത്ഥത്തിൽ രാമായണം എന്ന് പറയുന്നത്. കേരളത്തിൽ എങ്ങനെയാണ് രാമായണ മാസാരംഭം ഉടലെടുത്തത്? ഈ ചോദ്യത്തിന് ചരിത്രപരവും സാമൂഹ്യപരവുമായ പല ഘട്ടങ്ങളുണ്ട്. അവ വിശദീകരിക്കാം. രാമായണം ആദ്യ കാലങ്ങളിൽ ബ്രാഹ്മണ കുടുംബങ്ങളിൽ ആചരിച്ച രാമായണ പാരായണമാണ് ഇന്ന് എല്ലാവരും ഏറ്റുപാടുന്നത്. രാമായണ മാസാരംഭം എന്ന ആ ആശയം ബ്രാഹ്മണ്യത്തിൻ്റെതാണ്, അല്ലാതെ കേരളീയ ജനതയുടേതല്ല. ഇന്ന് എല്ലാവരും ഹിന്ദുക്കൾ എന്ന് സ്വയം അവകാശപ്പെടുന്നതാണ്, അല്ലാതെ അടിസ്ഥാന വർഗങ്ങൾ ഇന്നും പൂണൂലിട്ട പുലയനും അഹിന്ദുക്കളും ആണ്. കേരളീയ സമൂഹത്തിൽ രാമായണവും രാമായണ മാസാരംഭവും ശക്തിപ്പെട്ടത് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് ആണ്. രാമായണവും രാമായണ മാസവും പിടിമുറുക്കുന്ന കാലഘട്ടം. അന്ന് വരെ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട രാമായണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിൽ എഴുത്തച്ഛൻ മലയാള ഭാഷയിൽ എഴുതപ്പെട്ടപ്പോൾ കൂടുതൽ ജനപ്രീതി നേടിക്കൊടുത്തു. അങ്ങനെ രാമായണ കഥയും പ്രചാരം നേടി. അന്ന് സാമൂഹ്യ നിലവാരം ഉയർന്നവർക്ക് മാത്രമേ രാമായണം അറിയാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പാടത്തും പറമ്പിലും ജോലി ചെയ്തിരുന്നവർക്ക് രാമനോ രാമായണമോ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. ഇന്ന് അന്തവും കുന്തവും അറിയാത്തവരാണ് അമ്പലത്തിലും കാവിലും വീട്ടിലും രാമായണം പുസ്തകക്കടയിൽ നിന്ന് വാങ്ങി യഥാർത്ഥ ഭക്തരായി തീർത്തും മാറിയിരിക്കുന്നത്. എഴുത്തച്ഛനിലൂടെ 16-ാം നൂറ്റാണ്ടിൽ ശക്തിപ്പെട്ട രാമായണ കഥയും രാമായണ മാസാരംഭവും പിന്നീട് 20-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ ആരംഭിച്ച
സാമൂഹ്യ ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ കർക്കിടക മാസ ആചാരം ആത്മീയപരമായി ഒത്തുചേരലുകൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. ക്ഷേത്രങ്ങൾ, ക്ഷേമസമിതികൾ, ശാസ്ത്രീയ വേദികൾ എന്നിങ്ങനെയുള്ള ബ്രാഹ്മണരുടെ കൂട്ടായ്മയിലൂടെയാണ് രാമായണവും രാമായണ മാസവും പ്രോത്സാഹിപ്പിച്ചതും ആചരിച്ചതും ചെയ്തിരുന്നത്. കേരളീയ സമൂഹത്തിനും അക്ഷരാഭ്യാസമില്ലാത്ത ജനസമൂഹത്തിനും പ്രധാനമായും പട്ടികജാതി പട്ടികവർഗ സമൂഹങ്ങൾ രാമായണ കഥ അറിഞ്ഞു തുടങ്ങുന്നത് സിനിമ, റേഡിയോ, സീരിയലുകളിലൂടെയാണ്. രാമായണ കഥാ പ്രചരണത്തിന് സിനിമ, ടെലിവിഷൻ, റേഡിയോ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. 1960-70കളിൽ മുതൽ ആകാശവാണി ദിനംപ്രതി ഒരു അധ്യാത്മ രാമായണം വായിക്കപ്പെട്ടു. പിന്നീട് ദൂരദർശൻ, ഏഷ്യാനെറ്റ്, സൂര്യ ടിവി എന്നിവയിലൂടെ പാരായണ പരിപാടികൾ, സാംസ്കാരികപരമായ ഡോക്യുമെന്ററികൾ തുടങ്ങി ഇത്തരം പ്രചരണത്തിലൂടെ കേരളീയ സമൂഹം പതുക്കെ പതുക്കെ രാമായണ കഥ അറിഞ്ഞു തുടങ്ങി. 1962-1970 കാലഘട്ടത്തിൽ രാമായണ കഥ ആസ്പദമാക്കി സിനിമകൾ കേരളത്തിൽ വന്നു തുടങ്ങി. സീതാകല്യാണം, ശ്രീരാമ പട്ടാഭിഷേകം, ലവകുശ, ഭക്തഹനുമാൻ തുടങ്ങിയ സിനിമകളിലൂടെ രാമായണ കഥ പ്രചരിപ്പിക്കാൻ ഇടവരുത്തിയെന്നുള്ളതാണ്. ഇന്ന് ഹിന്ദുമത വിശ്വാസത്തിന്റെ ഭാഗമായ രാമായണ കഥ വിശ്വാസം കേരളീയ സമൂഹത്തിൽ വേരുറച്ച് എന്നതാണ് സാമൂഹ്യ യാഥാർത്ഥ്യം. യഥാർത്ഥ ചരിത്രവും സംസ്കാരവും കേരളീയർക്ക് അറിയില്ല എന്നത് വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ്. കർക്കിടക മാസം രാമായണ മാസമാണോ അതോ കാർഷിക മാസമാണോ? ഇതിൽ ഏറ്റവും പ്രാചീനവും തദ്ദേശീയവും കാർഷിക മാസത്തിനാണ്. പ്രാചീന ഗോത്ര കാലഘട്ടത്തിൽ ഉത്ഭവിച്ച കൃഷി സംസ്കൃതിയുടെ പിന്തുടർച്ചയാണ് വിശ്വാസ സങ്കല്പമാണ് കർക്കിടകവും കർക്കിടകഭാവം. കർക്കിടക മാസം കൃഷിയുടെ വിശ്രമ കാലഘട്ടമാണ്. കാർഷിക ജനവിഭാഗങ്ങളായ തദ്ദേശീയ ജനത ഈ മാസത്തിൽ വിശ്രമം, തയ്യാറെടുപ്പുകൾ, തീർച്ചപ്പെടുത്തലുകൾ, പുനരാലോചനകൾ എന്നിവയ്ക്കായി ഈ കാലം ഉപയോഗിക്കുന്നു. പ്രധാന കൃഷിമാസമായിട്ടുള്ള ചിങ്ങത്തിലുള്ള കൃഷിക്ക് മുമ്പുള്ള വിശ്രമവേള പോലെയാണ് കർക്കിടകം. കർക്കിടകം അവസാനം കഴിഞ്ഞാൽ ചിങ്ങമാസം തുടങ്ങും. അതാണ് കേരളത്തിലെ പ്രധാന നെൽകൃഷിക്കാലം. അതിനു മുമ്പ് നിലം തയ്യാറാക്കൽ തുടങ്ങി തൊടുപണികൾ കർക്കിടകത്തിൽ തദ്ദേശീയ കാർഷിക സമൂഹങ്ങൾ ചെയ്തിരുന്നു. ചരിത്രപരമായും സാംസ്കാരികപരമായും പറയുകയാണെങ്കിൽ കർക്കിടക മാസം കാർഷിക സംസ്കാരവുമായി ആണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസപരമായ രാമായണ മാസാരംഭവുമായി കർക്കിടകത്തിന് യാതൊരു ബന്ധവുമില്ല. തദ്ദേശീയരായ കാർഷിക സംസ്കാരമുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംസ്കാരത്തെയാണ് ഇന്ന് രാമായണ മാസാരംഭമാക്കി കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് രാമായണ കഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും അതുപോലെ കർക്കിടക മാസത്തിൻ്റെ സാംസ്കാരിക പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ രാമായണ മാസാരംഭം ഇങ്ങനെയുള്ള വിശ്വാസ സങ്കല്പത്തെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇതിൻ്റെ പിന്നിൽ ഇനി എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യയിൽ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഗാന്ധി തന്നെ പറയുന്നവരുണ്ട്, നമുക്ക് രാമരാജ്യം വേണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയത്തിൻ്റെയും കൂടെ ഒരു വാക്കാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ BJP എപ്പോഴും എടുത്തു ഉയർത്തുന്നത് രാമനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാമൻ എന്ന് പറയുന്ന കഥാപാത്രവും രാമായണവും അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് തന്നെ. ഇത് കേരളത്തിൽ എന്തുകൊണ്ടാണ് രാമായണ മാസാരംഭം ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ദക്ഷിണേന്ത്യയിൽ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഈ സംസ്ഥാനങ്ങളില്ലാത്ത ഒരു പ്രത്യേക തര വിശ്വാസം എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഉടലെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം വരുന്ന ഒരു തലമുറ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ കൃത്യമായിട്ട് ഇതിനകത്ത് എന്ത് പറയണം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ സംസ്കാരം എന്താണെന്നുള്ളതും ചരിത്രം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത്. കാരണം ഇതിലൂടെയാണ് ഇന്ത്യൻ ജനത എപ്പോഴും ചതിക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് തദ്ദേശീയ സമൂഹങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ മതത്തിൽ നിന്ന് മുക്തരാവണം. ഏത് മതത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചൂഷണം ചെയ്യുന്ന മതത്തിൽ നിന്നും അടിമപ്പെടുത്തുന്ന മതത്തിൽ നിന്നും നമ്മൾ രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ്. എത്രത്തോളം അകലം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ അകലം പാലിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇവിടുത്തെ സംസ്കാരം തിരിച്ചറിയണം, ചരിത്രം അറിയണം. അറിയാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
നമ്മൾ ചതിക്കപ്പെടും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്.